ഹോർമുസ് കടലിടുക്കിന്റെ കാവൽക്കാരൻ, പ്രകൃതി വിസ്മയങ്ങൾക്ക് താഴെ ഇറാന്റെ മിസൈൽ നഗരങ്ങൾ, കേഷൻ ദ്വീപിലെ ആ അദൃശ്യ കോട്ടകൾക്ക് പിന്നിൽ എന്താണ്? ഹോർമുസ് കടലിടുക്കിന്റെ കാവൽക്കാരനായിട്ടുള്ള കേഷൻ ദ്വീപ് പ്രകൃതിയുടെ വിസ്മയങ്ങൾക്കൊപ്പം തന്നെ ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയ സുരക്ഷയുടെയും പ്രതീകമാണ്. യുനെസ്കോ അംഗീകരിച്ച ഈ ഒരു ജിയോളിക്കൽ മ്യൂസിയത്തിന് താഴെ വിദേശ ശക്തികളുടെ ഭീഷണികളെ പ്രതിരോധിക്കാൻ ഇറാൻ ഒരുക്കിയിരിക്കുന്ന അതിനൂതനമായിട്ടുള്ള ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ മാതൃരാജ്യത്തെ സംരക്ഷിക്കാനുള്ള ആ രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സാമ്രാജ്യത്തെ കടന്നുകയറ്റങ്ങൾക്കെതിരെയും ഉപരോധങ്ങൾക്കെതിരെയും ഇറാൻ കെട്ടിപ്പടുത്തിയിരിക്കുന്ന ഈ ഒരു സൈനിക ശൃംഖലകൾ മേഖലയിലെ സമാധാനം ഉറപ്പിക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ്. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച സൗന്ദര്യത്തിന് കാവലായിട്ട് ഇറാന്റെ സൈനിക സാങ്കേതിക വിദ്യയുടെ കരുത്ത് ഈ ഒരു മണ്ണിൽ ആഴത്തിൽ വേരോടിയിരിക്കുന്നു. സ്വന്തം പരമാധികാരം സംരക്ഷിക്കാനുള്ള ഒരു ജനതയുടെ അവകാശത്തെയാണ് കേശ്മയിലെ ഓരോ ഭൂഗർഭ നിലവറകളും ലോകത്തിനു മുന്നിൽ വിളിച്ചോതുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ശക്തമാവുകയും പശ്ചിമേഷ്യയിൽ സൈനിക സമ്മർദ്ദം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കേഷൻ ദ്വീപ് തന്റെ പഴയ വിനോദസഞ്ചാര മുഖം വിട്ട് ഒരു മുൻനിര പ്രതിരോധ കോട്ടയായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ ഗതാഗത പാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിന്റെ കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് ഏകദേശം 1445 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയോടെ കടലിലൂടെ നീങ്ങുന്ന എണ്ണക്കപ്പലുകളുടെ ഗതാഗതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഭൗമശാസ്ത്ര ശക്തിയാണ്. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഈ സ്ഥാനം ഭീഷണി സൃഷ്ടിക്കാനുള്ള ഉപകരണമല്ല, മറിച്ച് സ്വന്തം അതിർത്തികളും സാമ്പത്തിക താല്പര്യങ്ങളും സംരക്ഷിക്കാൻ അനിവാര്യമായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള അവകാശമാണ്. ഈ ദ്വീപിന്റെ അടിത്തട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ ഇന്ന് അന്താരാഷ്ട്ര ചർച്ചകളുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. മലനിരകളുടെയും പാറക്കെട്ടുകളുടെയും അടിയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ രഹസ്യ ശൃംഖലകൾ മിസൈലുകൾ സൂക്ഷിക്കാനും അതിവേഗത്തിൽ വിന്യസിക്കാനും കഴിയുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകൾക്കും തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾക്കും പിന്തുണ നൽകുന്ന ഈ സംവിധാനങ്ങൾ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ ഇറാനെ സഹായിക്കുന്നു എന്നാണ് വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. എന്നാൽ ഇറാന്റെ നിലപാട് വ്യക്തമാകുന്നത് ഇതിലൂടെയാണ്. ഒരു ആക്രമണ വ്യൂഹമല്ല, മറിച്ച് ദീർഘകാലമായിട്ട് നേരിടുന്ന ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും മുൻനിർത്തിയുള്ള പ്രതിരോധ സംവിധാനം മാത്രമാണ്. ദ്വീപിലെ ജീവിതം ഈ വലിയ രാഷ്ട്രീയ കളിയുടെ ഇടയിൽ പെട്ടിരിക്കുകയാണ്. ഏകദേശം 1.5 ലക്ഷം ആളുകൾ താമസിക്കുന്ന കേശം സമുദ്രവുമായി ചേർന്ന ഒരു സംസ്കാരത്തിന്റെ കേന്ദ്രമാണ്. ഇനി ബന്ദാരി ഭാഷ സംസാരിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ മത്സ്യബന്ധനത്തിലും കടൽ വ്യാപാരത്തിലും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നൗറൂസ്, സയ്യാദി പോലുള്ള ആഘോഷങ്ങൾ കടലിനോട് അവരോടുള്ള ആത്മബന്ധത്തിന്റെ പ്രതീകമാണ്. എന്നാൽ യുദ്ധത്തിന്റെ നിഴൽ ഈ ഒരു ജീവിത രീതികളെ പോലും ബാധിച്ചിരിക്കുകയാണ്. US വ്യോമാക്രമണത്തിൽ ദ്വീപിലെ പ്രധാന ഡീസലിനേഷൻ പ്ലാന്റ് തകർന്നതോടെ നിരവധി ഗ്രാമങ്ങളിലെ കുടിവെള്ള വിതരണം നിലച്ചു പോവുകയും ചെയ്തു. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട ഒരു ഗുരുതരമായിട്ടുള്ള നടപടിയായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വിമർശനങ്ങൾ ഉയർന്നത് അതുകൊണ്ടാണ്. ഇതിന് പിന്നാലെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് മേഖലയിൽ US സൈനിക സാന്നിധ്യത്തിനെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ ഒരു നീക്കങ്ങൾ പ്രദേശത്തെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുകയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പൽ ഗതാഗതം പോലും ബാധിക്കുകയും ചെയ്തു. എന്നാൽ ഇറാന്റെ വാദം ഇതാണ്: സ്വന്തം പ്രദേശത്തെയും താല്പര്യങ്ങളെയും സംരക്ഷിക്കാൻ നടത്തിയ പ്രതിരോധ പ്രതികരണങ്ങളാണ് ഇവ, ആക്രമണ ഉദ്ദേശമുള്ള നടപടികളല്ല. കേഷൻ ദ്വീപിന്റെ ചരിത്രം ഈ ഒരു തന്ത്ര പ്രാധാന്യത്തെ തെളിയിക്കുന്നു. നൂറ്റാണ്ടുകളായിട്ട് നിരവധി സാമ്രാജ്യങ്ങൾ ഈ ദ്വീപിനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും ഇവിടെ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും അവസാനത്തിൽ പ്രദേശത്തിന്റെ നിയന്ത്രണം പ്രാദേശിക ശക്തികൾ തിരിച്ചുപിടിച്ചു. ഈ ഒരു ചരിത്ര പശ്ചാത്തലം ഇന്നും കേഷൻ ദ്വീപിനെ ഒരു ജിയോ പൊളിറ്റിക്കൽ കേന്ദ്രമായിട്ട് നിലനിർത്തുന്നു. ഒരു കാലത്ത് കോളനിയിൽ ശക്തികൾക്കിടയിലെ പോരാട്ട ഭൂമിയായിരുന്ന ഈ ഒരു ദ്വീപ് ഇന്ന് ആഗോള ശക്തികളുടെ പുതിയ സമവാക്യങ്ങളുടെ വേദിയാണ്. അതേസമയം തന്നെ ഈ ദ്വീപിന്റെ പ്രകൃതി സമ്പത്തും അതുല്യമാണ്. 2006 യുനെസ്കോ അംഗീകരിച്ച കേശം ജിയോ പാർക്ക് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ജിയോ പാർക്കാണ്. ഇനി നവാഗ്ദാൻ ഉപ്പ് ഗുഹ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഉപ്പ് ഗുഹകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ചാക്കോ മലയിടുക്കിന്റെ കല്ല് മതിലുകൾ പ്രകൃതിയുടെ ശില്പകലയുടെ ഉദാഹരണമാണ്.
ഹാരക്കണ്ടൽ കാടുകൾ ദേശാട പക്ഷികളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ്. എന്നാൽ ഈ ഒരു പ്രകൃതി സൗന്ദര്യങ്ങൾക്കൊപ്പം ഇപ്പോൾ സൈനിക സാന്നിധ്യവും ചേർന്നിരിക്കുന്നു എന്നതാണ് ഈ ഒരു ദ്വീപിന്റെ പുതിയ യാഥാർത്ഥ്യം. ഇന്നത്തെ കേശം പ്രകൃതിയുടെ ശാന്തതയും യുദ്ധത്തിന്റെ ഉണർവും ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു വിരുദ്ധ ലോകമാണ്. ഒരു കാലത്ത് വിനോദസഞ്ചാരികളുടെ സ്വപ്ന സൗഭാഗ്യമായിരുന്നു ഈ ദ്വീപ്. ഇന്ന് ആഗോള ശക്തികളെ നേർക്കുനേർ ഏറ്റുമുട്ടലിന്റെ മുന്നണിയായിട്ട് മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഇറാന്റെ കാഴ്ചപ്പാടിൽ ഒരു കേശം ഒരു സൈനിക താവളം മാത്രമല്ല, അതൊരു രാഷ്ട്രീയത്തിന്റെ സ്വയം രക്ഷയുടെ പ്രതീകമാണ്. തന്റെ ഭൗമശാസ്ത്രപരമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പിക്കാനുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രഖ്യാപനമാണ്. ഈ ദ്വീപിന്റെ കഥ അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിന്റെ കഥ മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിന്റെ സങ്കീർണതയും ഒരു രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടവും ഒരുമിച്ച് ചേർന്ന ഒരു ശക്തമായ യാഥാർത്ഥ്യവുമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.